ഹലോ. ഓണാവധിയായിട്ടേ ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് പോയിരുന്നു കേട്ടാ. ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക്. നമുക്ക് ഇവിടുന്ന് അടുത്താണേ ഗുരുവായൂർ ആനക്കോട്ട. ആനക്കോട്ടയിലേക്ക് കയറാൻ ഒരാൾക്ക് ടിക്കറ്റിന് 20 രൂപയായിട്ടാ വരുന്നത്. ഞങ്ങൾ ആനക്കോട്ടയ്ക്ക് പോയപ്പോ തന്നെ ഫസ്റ്റ് ആനയുടെ കുളിസീനാണ് കാണുന്നത്. ആ ഒരു ആനേനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറെ ആനകൾ ഉണ്ടായിരുന്നു കേട്ടാ അവിടെ. നല്ല തിരക്കുണ്ട്. ഓണാവധിയാണ്, പിന്നെ നബിദിനത്തിന്റെ അവധിയുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ. ഇത് ഇവിടെ കയറ് കെട്ടിയിട്ടുള്ള ഭാഗല്ലേ, ഇവിടെയാണ് കുറച്ചും കൂടി മതപ്പാടിലുള്ള ആനകള്, അതുപോലെ തന്നെ കുറച്ച് കുറുമ്പ് കൂടിയ ആനകളെനൊക്കെ നിർത്തണത് കേട്ടാ. ഇതൊക്കെ സാധാരണ ആനകളാണ്, വയ്യാത്ത ആനകളൊക്കെ ഉണ്ട് കേട്ടാ. നല്ലോണം പ്രായമേറിയിട്ടുള്ളത്, കൊമ്പൊക്കെ പോയിട്ടുള്ളത്, പിന്നെ വയ്യാതായിട്ട് കൂനുള്ളത്, തടി കുറഞ്ഞ് ക്ഷയിച്ച പോലത്തെ അങ്ങനത്തെ കുറെ ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ വയ്യാത്ത ആനകളെയാണ് നമുക്ക് കാണാൻ പറ്റണത്. പിന്നെ തിരക്ക് കണ്ടില്ലേ, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തേക്ക് പോയിട്ട് വന്നവരെല്ലാവരും നേരെ ആനക്കോട്ടയിലേക്കാണ് വരുന്നത്. പിന്നെ ഇത് ആനകള് തല ആട്ടിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ചില ആനകള്, കുറെ ആനകളെന്നെ കുളിപ്പിച്ച് കൂറിയൊക്കെ തൊട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി കുറെ പേരെന്നെ കുളിപ്പിക്കാനും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല തണലൊക്കെ ഉണ്ട് മരങ്ങളുള്ള കാരണം കൊണ്ട്. പിന്നെ അത് ഈ ആനനെ കണ്ടില്ലേ, നല്ല വലിയ കൊമ്പാണ് കേട്ടോ. ആളെന്നെ കുറച്ച് നീക്കിനിട്ടാണ് നിർത്തിയിട്ടുള്ളത്. തുമ്പിക്കൈയൊക്കെ നിലത്ത് ഇഴയുന്നുണ്ട്. പിന്നെ ഇതേ ഒരു റീൽസ് എടുക്കുന്ന ഭാഗമായിട്ടേ കണ്ടോണ്ടിരിക്കുന്നത്. റീൽസ് എടുക്കാനുള്ള കഷ്ടപ്പാടാണ്. പിന്നീട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, തിരക്ക് കാരണം കൊണ്ട്. ബീച്ചിൽ ഇതേ ഒരു റീൽസും കൂടി കാണാട്ടോ. പിന്നെ കടപ്പുറത്ത് പോയുള്ള കുറെ ഷോ ഓഫ് ഉണ്ട്. നമ്മളെ കാല് വെച്ചിട്ട് കാലിൽ തിര വരുന്ന ഫോട്ടോസ് എടുക്കുന്നു. പിന്നെ ഇതേ കുറെ സൺസെറ്റിന്റെ ഫോട്ടോ എടുക്കുന്നു. നമ്മുടെ എല്ലാം പട്ടിഷോ വെറുതെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ബീച്ചിൽ പോയുള്ള പട്ടിഷോ. പിന്നെ ഇതേ ഉണ്ണി ഉറങ്ങായിരുന്നു ആള്. ഇതേ പേണിച്ചിട്ടുണ്ട്. മണല് കണ്ടതിന്റെ സന്തോഷമാണ് കേട്ടോ. മണല് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കടലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ വിടേ, കാരണം വെള്ളത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടാ. ആളതേ മണല് വാരി എറിഞ്ഞ് ന്യായം വെച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ കടലിന്റെ തിര വരുന്ന ഒരു സൗണ്ട് ഇല്ലേ, സൗണ്ട് കേൾക്കുമ്പോൾ പേടിയായി കാരണമായിട്ടിരിക്കുന്നത്. ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. കടലിന് വേറെ ആൾക്കാരാണ് നിൽക്കുന്നത് കൂടുതലും. പിന്നെ അതേ ബോട്ട് ഇറക്കുന്നുണ്ട്. ഒരു ജീപ്പ് കൊണ്ട് ഉന്തിയിട്ടാട്ടോ ഇറക്കണത് ബോട്ടൊക്കെ. പണ്ട് നമ്മൾ സിനിമയിൽ കാണുന്നത് എല്ലാരും കൂടി ഉന്തി ഇറക്കണതാണ്. ഇപ്പൊ എല്ലാരും മുകളിൽ കയറിയിരിക്കും. ഈ ജീപ്പുകാർ വന്നിട്ട് അത് ഉന്തിയിട്ട് കടലിലേക്ക് ഇറക്കി കൊടുക്കും. അങ്ങനെയാണ് കാണുന്നത്. ചാവക്കാട് ബീച്ചിൽ നിന്ന് ഞങ്ങൾ 7 മണിയാകുമ്പോൾ ഇറങ്ങിട്ടോ. നല്ല ബ്ലോക്ക് ആയിരുന്നു, പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തിരിച്ചെത്തുമ്പോൾ 9:30 കഴിഞ്ഞിട്ടോ. നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തുന്ന ആൾക്കാരാണ്. 9:30 കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിരുന്നു. അൽഫാമാണ്. മന്തി റൈസിന് കിട്ടിയില്ല, പകരം ബിരിയാണി റൈസ് ആയിരുന്നു കേട്ടോ. അപ്പൊ